മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തവും മാർക്കോയും ഒട്ടും സമയം പാഴാക്കാതെ കുഞ്ഞിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. അവരെല്ലാവിടെയും നോക്കുന്നുണ്ട്. അവസാനം അനന്തുവാണെങ്കിൽ ആകെ സങ്കടത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്, ഇനി നമ്മൾ എവിടെ പോയിട്ട് അന്വേഷിക്കും, കുഞ്ഞിനെ കുറിച്ച് ഒരറിവുമില്ലല്ലോ. അങ്ങനെ പെട്ടെന്നാണ് കണ്ണനാണെങ്കിൽ അനന്തുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ അനന്തു മാർക്കോയോട് പറയുന്നുണ്ട്, ഇത് കണ്ണനാ വിളിക്കുന്നത്, സാറേ ഫോൺ എടുക്കല്ലേ, എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ എടുക്കണ്ട, എന്തായാലും നമുക്ക് കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അനന്തുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം അഹിയാണെങ്കിൽ എന്താ കണ്ണേട്ടാ ഫോൺ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അനന്ത് ഫോൺ എടുക്കുന്നില്ല, നീ ഒരു ലേഖയെ വിളിച്ച് നോക്കി നോക്ക്, കുഞ്ഞെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ലേഖയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നത്. ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ലേഖയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അങ്ങനെ അവൾ ഫോൺ എടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ മഹിയാണ് വിളിക്കുന്നതെന്ന് ജാനമ്മയോട് പറയുമ്പോൾ ജാനമ്മയാണെങ്കിൽ ആകെ വല്ലാതെ ആവുകയാണ്, ഞാൻ ഈ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ലേഖയും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ മഹി കണ്ണനോട് പറയുന്നു. ഈ സമയം ആ ഒട്ടുപാൽ എന്ന ഗുണ്ടയാവട്ടെ കുഞ്ഞിനെ ഒരിടത്തേക്ക് കൊണ്ടുപോയിട്ട് കളയാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രതാപന്റെ ഉപദേശപ്രകാരം. അങ്ങനെ അയാളാണെങ്കിൽ ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കുഞ്ഞുമായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് പ്രതാപനോട്, എടാ പ്രതാപ, എന്താ ഈ കാര്യങ്ങൾ, വല്ലതും നടന്നോ? അത് പിന്നെ അമ്മേ പറയാനുണ്ടോ? ആ കുഞ്ഞിനെ ആ ഒട്ടുപാല് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ ഉപേക്ഷിച്ചമ്മേ, അതിനി ഇനി ആർക്കും കണ്ടെത്താൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്കും സന്തോഷാവുന്നു. അങ്ങനെ കണ്ണനും മഹിയും ആവട്ടെ കുഞ്ഞിനെ കുറിച്ച് അറിയാതെ, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്, രണ്ടുപേരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് അറിയുമ്പോൾ അവർക്കാണെങ്കിൽ പേടി തോന്നുകയാണ്. ചുറ്റിലും ശത്രുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ മഹിയാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ടാ ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാ ലേഖയും അനന്തവേട്ടനും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതെന്നൊക്കെ പറയുന്നു. എന്തായാലും കണ്ണനാണെങ്കിൽ വീണ്ടും വീണ്ടും അനന്തുവിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാം കിടിലൻ